മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആവറേജ് അല്ലെങ്കിൽ ശരാശരിയെക്കുറിച്ചാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ പലർക്കും പല പല മാർക്കുകളായിരിക്കും അല്ലേ? ഇപ്പം 100ൽ നമ്മൾ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ 25 കിട്ടുന്ന കുട്ടി ഉണ്ടാവും, 30 കിട്ടുന്ന കുട്ടി ഉണ്ടാവും, 100 കിട്ടുന്ന കുട്ടി ഉണ്ടാവും, 93 കിട്ടുന്ന കുട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ടീച്ചർ ചെന്ന് സ്റ്റാഫ് റൂമിൽ ചോദിക്കുകയാണ്, ആ ക്ലാസ് എങ്ങനെയുണ്ട് മിസ്, 8B എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചർ ഇങ്ങനെ പറയും, 103 കിട്ടുന്ന അല്ലെങ്കിൽ 100 കിട്ടുന്ന മക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ 25 കിട്ടുന്ന കുട്ടികളും 30 കിട്ടുന്ന കുട്ടികളും ഉണ്ട് അല്ലേ? അപ്പോൾ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത പോലെ ആയിരിക്കും. അല്ലെങ്കിൽ ടീച്ചർ പറയുകയാണ്, അവിടെ 25 ഒക്കെ ആണ് കിട്ടുന്നത്, അപ്പോൾ 100 കിട്ടിയ കുട്ടി 90 കിട്ടിയ കുട്ടിയൊക്കെ എന്തായി, അവരവിടെ കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ആവറേജ് അല്ലെങ്കിൽ ശരാശരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവരും ഏകദേശം എങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ടീച്ചർ ആവറേജ് വെച്ച് പറയുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണത് പറയുന്നത്, എങ്ങനെയാണ് ഈ ആവറേജ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യെസ്, അപ്പോൾ നോക്കിക്കേ, ആവറേജിൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുലയാണിത്. അതായത് സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളുടെയും മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 23, 35, 40, 90, 100 അങ്ങനെ 30 പേരുടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ എത്ര പേരുടെ ആഡ് ചെയ്തത്? 30 പേരുടെ. അപ്പോൾ ഡിവൈഡഡ് ബൈ 30 ചെയ്യുന്നു. മൂല്യങ്ങളുടെ ആകെത്തുക ഡിവൈഡഡ് ബൈ മൂല്യങ്ങളുടെ ആകെ എണ്ണം. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഒരു ആവറേജ്, അപ്പോൾ 25ൽ നിന്നും 100ൽ നിന്നും ഏകദേശമൊക്കെ അടുത്തിരിക്കുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ആവറേജിൻ്റെ പ്രത്യേകത. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി പറയുന്ന സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഇതുണ്ട് അല്ലേ, 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആവറേജ് എന്താ വരിക? നമ്മൾ എന്ത് ചെയ്യണം? 65 പ്ലസ് 85 പ്ലസ് 70 90 105 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൻ്റെ ആകെ തുക വരുന്നത് 415 ആണ്. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 83 കിട്ടും. അപ്പം ഇവിടെ നോക്കിക്കേ, 65 ഉണ്ട് 105 ഉണ്ട് അല്ലേ? അപ്പം 105 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും വിലയിരുത്താൻ പറ്റില്ല. 65നെ കൊണ്ടും ബാക്കിയുള്ളതിനെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ 83 എന്ന് പറയുമ്പം ഇതിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നത്. 60ൽ നിന്നും ഈ 105ൽ നിന്നൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്ന ഒരു എമൗണ്ട് ആണ്. വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു വാല്യൂ ആണ് അല്ലേ? അപ്പോൾ അതാണ് 83 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. 3 സംഖ്യകളുടെ ശരാശരി 12 ആണ്. അതായത് ഏതോ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് 12 ആണ്. അപ്പോൾ ആദ്യത്തെ 2 സംഖ്യകൾ 11ഉം 12ഉം ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് ഏതോ 3 സംഖ്യകൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 എണ്ണം 11ഉം 12ഉം ആണ്. മൂന്നാമത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആവറേജ് 12 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആവറേജിൻ്റെ ഫോർമുല എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്ര വാല്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്? 3 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ 11 പ്ലസ് 12 പ്ലസ് മൂന്നാമത് നമുക്ക് അറിയാത്തത് x എന്നിട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 12. ഇനി 11 പ്ലസ് 12 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഈ 3 ഇങ്ങോട്ട് പോകുമ്പം 36 ആവും. അപ്പം 12ഉം 11ഉം കൂടെ 23 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 36. എക്സ് എന്ത് വരും? 36 മൈനസ് 23. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 13. അപ്പം മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 11 പ്ലസ് 12 പ്ലസ് 13 ഡിവൈഡഡ് ബൈ 3. 11ൻ്റെയും 12ൻ്റെയും 13ൻ്റെയും ആവറേജ് എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇതിൻ്റെ നടുക്കുള്ള നമ്പറാണ് അതിൻ്റെ ആവറേജ്. ഇനി കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്, ഫോർമുലാസ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ്, അതായത് 1 തൊട്ട് n വരെ, 1 2 3 4 അങ്ങനെ എത്രയാണോ n വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ ആവറേജ് ആണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n+1/2. നോക്കാം. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ആവറേജ് ആണെങ്കിൽ ഇവിടെ n എത്രയാണ്? 10 ആണ്. ആദ്യത്തെ 10 അല്ലേ, ആദ്യത്തെ 10. അപ്പോൾ ആവറേജ് എന്ത് വരും മക്കളെ? ആവറേജ് വിൽ ബി ഈക്വൽ ടു n+1/2 അല്ലെങ്കിൽ 10+1/2 11/2. 11/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5.5 ആയിരിക്കും ആവറേജ്. ഇനി പോട്ടെ, എനിക്ക് വേണ്ടത് ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് എന്താ വരും? n+1/2 അതായത് 25 + 1/2 26/2 അല്ലെങ്കിൽ 13 ആയിരിക്കും ആവറേജ്.
അപ്പോൾ നിങ്ങളോട് പറയാണ് ആദ്യത്തെ 50 സംഖ്യകളുടെ ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 51/2 ആയിരിക്കും അതിന്റെ ആൻസർ. n+1/2. ക്ലിയർ? ഇനി ആദ്യത്തെ n ഈവൻ നമ്പേഴ്സ്, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ആവറേജ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ആദ്യത്തെ 20 ഈവൻ നമ്പേഴ്സ്, 20 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എന്താണ്? ഓക്കെ, ആവറേജ് ഇസ് ഈക്വൽ ടു n+1 ആയിരിക്കും. ഓക്കെ, അപ്പം 20 + 1 21 ആയിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 21 ആണ്. ഇനി പോട്ടെ, ആദ്യത്തെ 100 ഈവൻ നമ്പേഴ്സ് ആണ്. ആദ്യത്തെ 100 ഈവൻ നമ്പേഴ്സ് ആണെങ്കിലോ ആവറേജ് എത്രയായിരിക്കും വരിക? 101. ഈസി അല്ലേ? n+1 101. ഇനി ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ആവറേജ് എന്തായിരിക്കും മക്കളെ? n തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ, ഇവരുടെ ആവറേജ് എന്തായിരിക്കും? 25 തന്നെയായിരിക്കും. ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മളതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ മക്കളെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.